നമ്മുടെ പ്രണവ് മോഹൻലാൽ അഭിനയിച്ച ഹൊറർ ഫിലിം ഡയസ് ഇറേ ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ നിങ്ങൾക്ക് പലർക്കും അറിയാത്തൊരു കാര്യം പറഞ്ഞു തരട്ടെ. ലോകത്തെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പടം എന്ന് പറയുന്നത് ഒരു ഹൊറർ ഫിലിമാണെന്ന് നിങ്ങൾക്കറിയോ? ഈ പടത്തിൻ്റെ ജീനിയസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കാരണം ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ ഇതൊരു കേസ് സ്റ്റഡി ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ? നമുക്കിന്ന് ആ പടത്തിനെക്കുറിച്ച് സംസാരിക്കാം. ഡാനിയൽ എഡ്വാർഡോ എന്നീ രണ്ട് പേര് ചേർന്ന് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ദ ബ്ലെയർ വിച്ച് പ്രൊജക്റ്റ് എന്ന 1999 ഇറങ്ങിയ അമേരിക്കൻ ഹൊറർ ചിത്രമാണ് ലോക സിനിമാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സിനിമ. അതെങ്ങനെ വന്നു? ഈ ബ്ലെയർ വിച്ച് പ്രൊജക്റ്റിൻ്റെ കഥ എന്താണെന്നുണ്ടെങ്കിൽ 3 ഫിലിം സ്കൂൾ സ്റ്റുഡൻസ് ഒരു കാട്ടിൽ ഈ ബ്ലെയർ വിച്ച് എന്ന് പറയുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ഫിനോമിനെ തേടി പോകുന്നതാണ് കഥ. ഈ ഡയറക്ടേഴ്സ് എന്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ പൈസ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ആക്ച്വൽ മൂവി ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഹാൻഡ് ഹെൽഡ് ക്യാമറകളിലാണ്. അപ്പോൾ ഭയങ്കര സൂപ്പർ സ്റ്റാർസോ ഭീകരമായിട്ടുള്ള എഡിറ്റിങ്ങോ ഒന്നുമില്ല. മാത്രമല്ല ഇതിൻ്റെ ഹൊററിൻ്റെ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ആക്ടേഴ്സിനെ എല്ലാ ദിവസവും രാവിലെ കാട്ടിനുള്ളിലേക്ക് പറഞ്ഞു വിടും. അവർക്ക് മിനിമൽ ഇൻസ്ട്രക്ഷനും സ്ക്രിപ്റ്റും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻഫാക്ട് പല ദിവസങ്ങളിലും സ്ക്രിപ്റ്റ് ഉണ്ടാവില്ല. മാത്രമല്ല അവർ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഈ ഡയറക്ടേഴ്സ് തന്നെ ടെൻറ്റിനടുത്തൊക്കെ വന്ന് ഇവരെ പേടിപ്പിക്കും ഈ ഹൊററിൻ്റെ ഒരു എലമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. Just want to apologize to Mike's mom and Josh's mom. Tell me where you are, John! എന്നാൽ ഈ പടത്തിൻ്റെ ശരിക്കുള്ള ജീനിയസ് കിടക്കുന്നതിൻ്റെ മാർക്കറ്റിങ്ങിലാണ്. ഈ പടം റിലീസ് ചെയ്യുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ ഇതിൻ്റെ ഡയറക്ടേഴ്സ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. ആ വെബ്സൈറ്റിൽ ഈ 3 ആൾക്കാരുടെ കഥ റിയൽ ആണെന്ന് അവർ വരുത്തി തീർത്തു. 3 ആൾക്കാർ കാട്ടിലേക്ക് പോകുന്നു, അവരെ കാണാതാവുന്നു. അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഹാൻഡി ക്യാമറയിൽ നിന്ന് കിട്ടിയ ഫുട്ടേജ് വെച്ചാണ് ഈ പടം റിലീസ് ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞു. ഇതേ വെബ്സൈറ്റിൽ തന്നെ ഫേക്ക് ആയിട്ടുള്ള പോലീസ് റിപ്പോർട്ട്സ്, ഫേക്ക് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ്, അങ്ങനെ പല സംഭവങ്ങൾ ഇവർ കൊണ്ടുവന്നു. മാത്രമല്ല ഇവർ ഫേക്ക് ആയിട്ട് ഒരു ഡോക്യുമെൻ്ററിയും ക്രിയേറ്റ് ചെയ്തു. ഈ ബ്ലെയർ വിച്ച് എന്ന് പറയുന്ന സാധനം ശരിക്കുണ്ടെന്ന് കാണിക്കാൻ അവിടുത്തെ ലോക്കൽസിനൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ. അപ്പോൾ ഈ വെബ്സൈറ്റ് ബേസിക്കലി ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊണ്ട് നിറഞ്ഞു. പക്ഷേ ഈ വെബ്സൈറ്റ് കണ്ടവരെല്ലാവരും വിചാരിച്ചത് ഇത് റിയൽ ആണ്. ശരിക്കും ഇവർ മിസ്സിംഗ് ആയിട്ട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഫുട്ടേജ് കൊണ്ടാണ് ഈ പടം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. സോ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാലോ, ഫിലിം റിലീസ് ചെയ്തൊരു വൻ ഹിറ്റായി. കാരണം ഇതിലെ ഫുട്ടേജ് എല്ലാം റിയൽ ആണ്, ഇവരെ ശരിക്കും കാണാനില്ല. എന്തിനേറെ പറയുന്നു, ലോകത്തിലെ മൂവീസൊക്കെ റേറ്റും റിവ്യൂവും ചെയ്യുന്ന IMDb എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. ഈ IMDb വെബ്സൈറ്റിൽ ഈ സിനിമ ലിസ്റ്റ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറേ മാസങ്ങളിൽ ഇതിൽ അഭിനയിച്ച ആൾക്കാർ മിസ്സിംഗ് എന്നാണ് IMDb വരെ ലിസ്റ്റ് ചെയ്തത്. ഇനി ഈ പടത്തിൻ്റെ കളക്ഷൻ എത്രയെന്നറിയണ്ടേ? 30 മുതൽ 60 ലക്ഷം വരെ ഇൻവെസ്റ്റ് ചെയ്ത ഈ പടം അന്നത്തെ കാലത്ത് 1100 കോടി രൂപയാണ് കളക്ട് ചെയ്തത് ബോക്സ് ഓഫീസിൽ. അതുകൊണ്ട് തന്നെ പല ഫിലിം സ്കൂളുകളിലും ഹാർവാർഡിലും ഇന്നൊരു കേസ് സ്റ്റഡിയാണ് ഈ സിനിമ. സോ ദാറ്റ് ഈസ് ബ്ലെയർ വിച്ച്, ദി മോസ്റ്റ് പ്രോഫിറ്റബിൾ സിനിമ എവർ ക്രിയേറ്റഡ് ഇൻ ദ ഹിസ്റ്ററി.